നാലാമത്തെ ചോദ്യം, സർക്കാരിന്റെ നേട്ടമായി കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ 150-ൽ പരം സ്ഥലങ്ങളിൽ തകർന്നു വീണിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവിടെ അഴിമതി ഉണ്ടായിട്ടും ക്രമക്കേടുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നത്? ഡൽഹിയിൽ പോയ നിങ്ങൾ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സമ്മാനപ്പെട്ടി കൊടുത്ത് പൊന്നാട അണിയിച്ച് കേന്ദ്രമന്ത്രിയെ ആദരിക്കാനുണ്ടായത്. അപ്പൊ ബിജെപിയെ ഭയന്ന് എന്തുകൊണ്ടാണ് ദേശീയപാതയിലെ ക്രമക്കേട് ബിജെപിയും സിപിഎമ്മും തമ്മിൽ ബാന്ധവമുള്ളതുകൊണ്ടാണോ അത് സംസ്ഥാന സർക്കാർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത്? അതാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, ആശാ വർക്കർമാരോട് ക്രൂരമായി പെരുമാറുന്നു. മുതലാളിത്ത മനോഭാവമാണ്. അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല, മന്ത്രിമാരടക്കമുള്ള സിപിഎം നേതാക്കന്മാർ എന്തിനാണ് അവരെ അപമാനിക്കുന്നത്? നിങ്ങൾ എന്നാണ് മുതലാളിമാരായത്? ഈ പാവപ്പെട്ട തൊഴിലാളികളോട് നിങ്ങൾ PSC ചെയർമാന്റെ ശമ്പളം 4 ലക്ഷത്തിലധികമായി വർദ്ധിപ്പിച്ചു. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റാണ്. 3,80,000 രൂപ നിങ്ങൾ PSC മെമ്പറിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു. അവരുടെ പെൻഷൻ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സിനുള്ള PSC ചെയർമാന്റെയും മെമ്പർമാരുടെയും ശമ്പളവും പെൻഷനും നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം 12 പേരാണ്. ഒരു മാസത്തെ ചെലവ് 80 ലക്ഷം രൂപയാണ്. ഞാനിടുന്ന ഒരു പോസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റും മുഖ്യമന്ത്രി ഇടുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും പ്രതിപക്ഷ നേതാവ് ഇടുന്ന അത്ര തന്നെയുള്ളൂ. എനിക്കൊരു ചെലവില്ലല്ലോ, എനിക്കൊരു ചെലവില്ല പോസ്റ്റിടാൻ. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയയിൽ ഒരു മാസം 80 ലക്ഷം രൂപ ചെലവാക്കുന്നത്? എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുത്തത്? വീണ്ടും കൂട്ടിക്കൊടുത്തു. അപ്പൊ PSCക്കാർക്ക് കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഒരു പോസ്റ്റോ 2 പോസ്റ്റോ ഒരു ദിവസം ഇരുന്നവർക്ക് 80 ലക്ഷം ശമ്പളം കൂട്ടിക്കൊടുക്കാം. ആശാ വർക്കർമാർക്ക് കൊടുക്കില്ല എന്ന വാശി നിങ്ങളെ എന്തിനാണ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത്?